സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ശക്തി മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. ആരെങ്കിലും നിങ്ങളെ ഒന്ന് കളിയാക്കിയപ്പോൾ, അല്ലെങ്കിൽ അർഹതയില്ലാത്ത ഒരാൾ നിങ്ങളെ ഒന്ന് പ്രകോപിപ്പിച്ചപ്പോൾ നിങ്ങൾ അവർക്ക് മറുപടി നൽകാൻ ഓടിച്ചെന്നു. നിങ്ങൾ അവിടെ ദേഷ്യപ്പെട്ടു. മണിക്കൂറുകളോളം അവർക്ക് വിശദീകരണങ്ങൾ നൽകി. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനവും നിങ്ങളുടെ വിലയേറിയ സമയവും നിങ്ങളുടെ ഊർജ്ജവും അവർക്ക് സൗജന്യമായി നൽകി. അവർ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. എന്നാൽ ഇന്നത് അവസാനിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിശാലികൾ ഉപയോഗിക്കുന്ന 7 ഡാർക്ക് സൈക്കോളജി തന്ത്രങ്ങളെക്കുറിച്ചാണ്. എങ്ങനെ ഒരാളോടും വഴക്കിടാതെ, ഒരക്ഷരം പോലും മിണ്ടാതെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാം. എങ്ങനെ ആർക്കും തളർത്താൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായി മാറാം. അതിനുള്ള ഒരേയൊരു വഴി അവഗണന അഥവാ ഇഗ്നോറിംഗ് ആണ്. പലരും വിചാരിക്കുന്നത് പ്രതികരിക്കുന്നതാണ് കരുത്ത് എന്നാണ്. എന്നാൽ യഥാർത്ഥ കരുത്ത് പ്രതികരിക്കാതിരിക്കാനുള്ള കഴിവാണ്. ഈ വീഡിയോയുടെ അവസാനമെത്തുമ്പോഴേക്കും ആളുകൾക്ക് നിങ്ങളെ നിയന്ത്രിക്കാനോ വഞ്ചിക്കാനോ കഴിയില്ല. നമുക്ക് തുടങ്ങാം. 1. ശ്രദ്ധ സ്വർണത്തേക്കാൾ വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ശ്രദ്ധ അഥവാ അറ്റൻഷൻ എന്നത് ഒരു കറൻസി പോലെയാണ്. നിങ്ങൾ എവിടെ അത് ചിലവാക്കുന്നുവോ അവിടെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണ്. നമ്മൾ പണം ചിലവാക്കുമ്പോൾ 10 തവണ ആലോചിക്കും, പക്ഷേ ശ്രദ്ധ ചിലവാക്കുമ്പോൾ ആലോചിക്കാറില്ല. ഒരു ഹേറ്റർ നിങ്ങളുടെ വീഡിയോയിലോ പോസ്റ്റിലോ മോശം കമന്റ് ഇടുന്നു. നിങ്ങൾ ഉടനെ അതിന് മറുപടി നൽകാൻ 30 മിനിറ്റ് ചിലവാക്കുന്നു. സത്യത്തിൽ നിങ്ങൾ അവിടെ തോറ്റുപോയി. ആ വ്യക്തിക്ക് വേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയായിരുന്നു, അത് നിങ്ങൾ അവർക്ക് നൽകി. പണക്കാർ അവരുടെ പണം സൂക്ഷിക്കുന്നതുപോലെ ബുദ്ധിശാലികൾ അവരുടെ ശ്രദ്ധ സൂക്ഷിക്കും. ഒരാൾക്ക് നിങ്ങളുടെ മറുപടി നൽകുന്നതിനു മുൻപ് സ്വയം ചോദിക്കുക, ഈ വ്യക്തി എന്റെ മറുപടി അർഹിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അവിടെ നിശബ്ദത പാലിക്കുക. അർഹതയില്ലാത്തവരെ അവഗണിക്കുന്നത് നിങ്ങളെ പരുക്കനാക്കില്ല, മറിച്ച് നിങ്ങളെ ശക്തനാക്കും. സ്വർണം എല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല, അത് അർഹതയുള്ളവർക്ക് മാത്രം നൽകുക. 2. നിശബ്ദതയാണ് നിങ്ങളുടെ മൂർച്ചയുള്ള ആയുധം. എന്തുകൊണ്ടാണ് ആളുകൾക്ക് നിശബ്ദതയെ ഭയക്കുന്നത്? കാരണം നിശബ്ദതയെന്നാൽ അനിശ്ചിതത്വമാണ്. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു ചീത്ത വിളിച്ചാൽ അവർക്ക് സമാധാനമാകും. അവർക്കറിയാം അവർ നിങ്ങളെ വേദനിപ്പിച്ചുവെന്ന്. എന്നാൽ നിങ്ങളൊന്നും മിണ്ടാതെ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് നടന്നുപോവുകയോ ചെയ്താൽ അവർ തകർന്നുപോകും. ഇയാൾക്കെന്നെ പേടിയാണോ? അതോ എന്നെ ഒരു പുല്ലുവില പോലും നൽകുന്നില്ലേ? ഈ ചോദ്യം അവരെ വേട്ടയാടും. വിശദീകരണം നൽകുന്നത് നിങ്ങളുടെ ബലഹീനതയാണ്. നിങ്ങൾ ശരിയാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥനല്ല. നിങ്ങൾ സംസാരിക്കുന്തോറും ശത്രുക്കൾക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ നൽകുകയാണ്. എന്നാൽ നിങ്ങൾ മിണ്ടാതിരുന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിശബ്ദത എന്നാൽ പൂർണ്ണമായ അവഗണനയാണ്. നീ എന്റെ മുന്നിൽ ഒരു ഒന്നുമല്ല എന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ പറയുന്ന തന്ത്രമാണിത്. 3. തന്ത്രപരമായ പിൻവാങ്ങൽ. എപ്പോഴും എല്ലാവർക്കും ലഭ്യമാകുന്നത് നിങ്ങളുടെ വില കുറയ്ക്കും. നിങ്ങളെപ്പോഴും എല്ലാവരുടെയും വിളിക്കുത്തരം നൽകിയാൽ ആളുകൾ നിങ്ങളെ ഒരു ബാക്കപ്പ് പ്ലാനായി കാണും. നിങ്ങളുടെ സാന്നിധ്യത്തേക്കാൾ നിങ്ങളുടെ അഭാവം ആളുകൾ അറിയണം. ചാണക്യൻ പഠിപ്പിക്കുന്നു, ഒരു ഭരണാധികാരി എപ്പോഴും പ്രജകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടരുത്. നിഗൂഢതയാണ് അധികാരത്തിന്റെ രഹസ്യം. ചില സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒന്ന് മാറി നിൽക്കുക. നിങ്ങൾ എവിടെയാണെന്നോ എന്തു ചെയ്യുകയാണെന്നോ ആരും അറിയരുത്. ആളുകൾക്ക് നിങ്ങളെ പ്രവചിക്കാൻ കഴിയരുത്. നിങ്ങൾ എപ്പോൾ വരും, എപ്പോൾ പോകും എന്നവർക്കറിയില്ലെങ്കിൽ അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ഒരു ഭാഗ്യമായി തോന്നണം, ഒരു അവകാശമായിട്ടല്ല. 4. അവഗണനയുടെ മനഃശാസ്ത്രപരമായ ആഘാതം. ഒരാളെ അവഗണിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? അത് അവർക്ക് വലിയ മാനസിക സമ്മർദ്ദം നൽകും. മനുഷ്യൻ എപ്പോഴും ഉത്തരങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിയാണ്. നിങ്ങളൊരു മറുപടിയും നൽകാതിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നു. ആ വിടവ് നികത്താൻ അവർ സ്വന്തമായി കഥകൾ മെനയും. നിങ്ങളെ ഉപദ്രവിച്ച ഒരാൾ നിങ്ങളുടെ മറുപടിക്കായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ജീവിതവുമായി മുന്നോട്ടു പോകുക. അവർ പഴയ മെസ്സേജുകൾ നോക്കിയും നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയും സമയം കളയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. ഇതിനേക്കാൾ വലിയൊരു പ്രതികാരം ലോകത്തില്ല. അവരെ നിങ്ങളുടെ ലോകത്തുനിന്ന് മായ്ച്ചു കളയുക. 5. അർഹതയില്ലാത്തവരെ മായ്ച്ചു കളയുക. ഈ പറയുന്ന 3 തരം ആളുകളെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഉടൻ നീക്കം ചെയ്യണം. 1. ശത്രുക്കൾ. അവരോട് വഴക്കിടാൻ നിൽക്കുന്നത് നിങ്ങളുടെ നിലവാരം കുറയ്ക്കും. അവർ ഇല്ലാത്തതുപോലെ ജീവിക്കുക. 2. വിമർശകർ. നിങ്ങൾ എന്തു ചെയ്താലും കുറ്റം പറയുന്നവർ. അവരോട് വിശദീകരിക്കാൻ നിൽക്കരുത്.
നിങ്ങൾ വിജയിക്കുമ്പോൾ അവരുടെ വായ തനിയെ അടഞ്ഞുകൊള്ളും. 3. പ്രശ്നങ്ങളുണ്ടാക്കുന്നവർ. എപ്പോഴും പ്രശ്നങ്ങളുമായി നിങ്ങളുടെ അടുത്തു വരുന്നവർ. അവർക്ക് നിങ്ങളുടെ സഹായമല്ല, നിങ്ങളുടെ ശ്രദ്ധയാണ് വേണ്ടത്. ഇത്തരക്കാരെ നിശബ്ദമായി ഒഴിവാക്കുക. നിങ്ങളുടെ ഊർജ്ജം നിങ്ങളുടെ വിജയത്തിനു വേണ്ടിയുള്ളതാണ്, അനാവശ്യ ബന്ധങ്ങൾക്കു വേണ്ടിയുള്ളതല്ല. 6. വികാരങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങളെ ആരെങ്കിലും തെറിവിളിച്ചാൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ കൈയിലല്ല നിങ്ങളുടെ നിയന്ത്രണം എന്നാണ്. നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാൻ കഴിയുന്നവൻ നിങ്ങളുടെ യജമാനനാണ്. ഇവിടെയാണ് നിങ്ങൾ ആർമർ ഓഫ് ഇൻഡിഫറൻസ് അഥവാ അവഗണനയുടെ കവചം ധരിക്കേണ്ടത്. ആളുകൾ എന്തു വേണമെങ്കിലും പറയട്ടെ, അത് എന്നെ ബാധിക്കില്ല എന്ന തീരുമാനമെടുക്കുക. നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കരുത്. അവർ നിങ്ങളുടെ പഴയ ബട്ടണുകൾ അമർത്തി പഴയ പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കും. പക്ഷേ നിങ്ങൾ ഒന്നും അറിയാത്തവനെപ്പോലെ ഇരിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങൾ അജയനാകും. 7. ഒന്നും ചെയ്യാതെ വിജയിക്കുക. ചില സമയങ്ങളിൽ ഏറ്റവും ശക്തമായ നീക്കം ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ്. യുദ്ധക്കളത്തിൽ ഇറങ്ങാതെ തന്നെ യുദ്ധം ജയിക്കുന്ന തന്ത്രമാണിത്. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും കള്ളം പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തടയാനോടരുത്. നിങ്ങളുടെ സത്യസന്ധതയും നിങ്ങളുടെ വിജയവും തന്നെയാകും അവർക്കുള്ള മറുപടി. അനാവശ്യമായ തർക്കങ്ങളിൽ ഇടപെടാതിരിക്കുന്നതുവഴി നിങ്ങൾ വലിയൊരു ഊർജ്ജം ലാഭിക്കുകയാണ്. ആ ഊർജ്ജം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് തിരിച്ചുവിടുക. ലോകം നിങ്ങളെ നോക്കി അത്ഭുതപ്പെടും. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ താഴെക്കിടന്ന് ബഹളം വെക്കുന്നവരെ നിങ്ങൾ കാണുക പോലുമില്ല.